ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അങ്ങനെ വിനോദ് മയൂരിയോട് പോലീസ് എന്ന വ്യാജേനയാണ് സംസാരിക്കുന്നത്. എന്താണ് നീയും കൈലാസം തമ്മിലുള്ള ബന്ധം? അയ്യോ, ഞാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, എനിക്ക് പരിചയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ മയൂരി പറഞ്ഞപ്പോൾ നിനക്ക് ഇതിൽ നിന്ന് തലയൂരി പോകാനൊന്നും ആഗ്രഹമില്ലേ? ഞാൻ നിരപരാധിയാണ് സാർ, ഞാൻ സത്യമായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല. നിനക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ നേരിട്ട് ഹാജരാവുക. രക്ഷപ്പെടണം എന്ന് കരുതി ഏത് പാതാളത്തിൽ പോയി നീ ഒളിച്ചാലും ഞാൻ അവിടെ വന്ന് പൊക്കും. മയൂരി പറഞ്ഞു, ഞാൻ വരാം സാർ, ഞാൻ വരാം. അങ്ങനെ കോള് കട്ട് ചെയ്തു. മയൂരി വിചാരിച്ചിരിക്കുന്നത് ഇത് പോലീസാണെന്നാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രചന ഒരു പെറ്റീഷനുമായിട്ട് ജഡ്ജിയെ കാണാനായിട്ട് ചെല്ലാണ്. എന്താണ് എന്നെ കാണണമെന്ന് പറയാനായിട്ട് കാരണം? എൻ്റെ സങ്കടം മേഡത്തിന് അറിയാമല്ലോ. എൻ്റെ മകളെ എനിക്ക് വേണം മേഡം. അത് കോടതി വിധി ആയതല്ലേ, തീർപ്പായ കാര്യമല്ലേ. ഈ പെറ്റീഷൻ്റെ പുറത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? നിങ്ങളുടെ വക്കീലിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നില്ലേ? അത് വക്കീൽ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ മേഡത്തെ തനിച്ച് കാണാനായിട്ട് വന്നത്. എനിക്ക് പറയാനുള്ളത് കേട്ടുകഴിഞ്ഞാൽ എൻ്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ പറഞ്ഞോളൂ, ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. അതെ, എനിക്ക് സാധിച്ചില്ലെങ്കിലും എൻ്റെ മോൾക്കൊരു അമ്മയെ കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷേ മഹേഷ് ഇഷിതയും തമ്മിൽ എന്നും വഴക്കാണ്. മഹേഷിൻ്റെ കൂടെ ഒരു സ്ത്രീക്കും ഒത്തുപോകാൻ പറ്റില്ല എന്ന് അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മോളിപ്പോൾ അക്ഷരാർത്ഥത്തിൽ അനാഥയാണ്. മോളെ കിട്ടാൻ വേണ്ടി ഇഷിതയും മഹേഷും തമ്മിലുള്ള നാടകമായിരുന്നു എല്ലാവരും കണ്ടത്. കോടതിയെ എല്ലാവരും കബളിപ്പിക്കുമായിരുന്നു. എന്നെ വേദനിപ്പിക്കുക എന്നതായിരുന്നു മഹേഷിൻ്റെ ലക്ഷ്യം. മഹേഷും ഇഷിതയും ഇപ്പോൾ 2 വീടുകളിലാണ് താമസം. കാണാറോ മിണ്ടാറോ ഇല്ല. ഡിവോഴ്സിൻ്റെ കാര്യവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എൻ്റെ മോൾ ഏത് വീട്ടിൽ പോകണമെന്നറിയാതെ ഫ്ലാറ്റിൻ്റെ പുറത്തിരുന്ന് കരയുന്ന വിവരം പലരും എന്നെ വിളിച്ച് പറഞ്ഞു. ഒരമ്മയായ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അതൊരു പെൺകുഞ്ഞല്ലേ മേഡം എന്നൊക്കെ രചന തകർത്ത് അഭിനയിച്ചാണ് കേട്ടോ പറയുന്നത്. ഇഷിതയും മഹേഷും ഇനി ഒരിക്കലും യോജിക്കില്ല. വലിയ വലിയ കുടുംബ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക നിലയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സ്കൂളിൽ പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ലാണ്ടായി. എൻ്റെ മോൻ ആദ്യം ഇപ്പോൾ പഠിക്കുന്നത് ഇവിടെ ഒരു സ്കൂളിലാണ്. ചിപ്പിയും അതേ സ്കൂളിൽ തന്നെയാണ്. സ്കൂളിലുള്ള അവരുടെ സ്നേഹം അവിടെ വെച്ച് തീരുകയാണ്. അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ദയവ് ചെയ്ത് മേഡം ഒരുക്കി കൊടുക്കണം. വാശിയോ വൈരാഗ്യമോ കാണിക്കുന്നവർക്കിടയിലേക്ക് എൻ്റെ കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കരുത് മേഡം. ഇതൊരു ഗൗരവമുള്ള വിഷയമാണല്ലോ. ഞാൻ നേരിട്ടൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ആകാം തുടർ നടപടികൾ. ഇപ്പം കുട്ടി ആരുടെ കൂടെയാണ് ഉള്ളത്? മഹേഷിൻ്റെ കൂടെയാണെന്നാണ് കേട്ടത്. ശരി, നിങ്ങൾ പൊക്കോളൂ. അങ്ങനെ രചന പുറത്തേക്ക് ഇറങ്ങി ചിരിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഇതേക്കുമെന്ന് രചനയ്ക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ കാണിക്കുന്നത് കോളിംഗ് ബെല്ല് കേട്ട് മഞ്ജിമയും സ്വപ്നവല്ലിയും കൂടി കതക് തുറക്കുകയാണ്. ജഡ്ജിയാണ് വന്നത്. ഫാമിലി കോർട്ട് ജഡ്ജിയാണ്. ഒരു കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. വരൂ മേഡം, ഇരിക്കൂ മേഡം. അങ്ങനെ ജഡ്ജി വന്നിരുന്നു. മേഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. സൽക്കാരത്തിന് വന്നതല്ല. ഞാൻ വന്നതിൻ്റെ കാരണം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ചിപ്പിമോളെ ആവശ്യപ്പെട്ട് അവളുടെ അമ്മ രചന കോർട്ടിൽ പരാതി തന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്ത് അവകാശമുള്ളത്? അച്ഛനായ മഹേഷിനെ വിട്ടുകൊടുത്തു. അത് കോടതിയല്ലേ. അത് കുട്ടിയുടെ ജീവിതം കോടതി ആഗ്രഹിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമുണ്ട്. നിങ്ങൾ മഹേഷിൻ്റെ അമ്മയല്ലേ? അയ്യോ, ചിപ്പിമോൾക്ക് ഇവിടെ ഒരു കുറവുമില്ല. ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നത്. പൊന്നുപോലെ നോക്കിയിട്ട് എന്താ കാര്യം? കുട്ടിക്ക് സന്തോഷമുള്ളൊരു ജീവിതമാണ് വേണ്ടത്. അലമാരിയിൽ പൂട്ടിവെക്കുന്നതാണ് പൊന്ന്. കുട്ടിയുടെ കാര്യത്തിൽ അത് മതിയോ? കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രചന ശ്രമിക്കുന്നത്. മഹേഷിനോടുള്ള വാശി കാരണം കുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ അവളെ ഇറങ്ങിയിരിക്കുന്നത്. മേഡം ഒരിക്കലും ഇതൊന്നും വിശ്വസിക്കരുത്. ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയവൾക്ക് എന്ത് സത്യസന്ധതയാണ് ഉള്ളത്? അവൾ സ്കൂളിൽ ചിപ്പിമോളെ വിളിക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അവൾ സ്കൂളിൽ പോയിരിക്കുക. അപ്പോൾ എന്നാൽ പിന്നെ അവൾ ചിപ്പിമോളുടെ ഇപ്പോഴത്തെ അമ്മയെ വിളിക്കുക. അവൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. മേഡം വരുന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിൽ പോവില്ലായിരുന്നു. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. സത്യസന്ധമായിട്ട് മറുപടി തരണം. ഇഷിത മഹേഷുമായിട്ട് പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയല്ലേ? അയ്യോ, പിണക്കമൊന്നും അല്ല. വിശദീകരണമൊന്നും വേണ്ട. പിണക്കമാണോ അല്ലയോ? 2 പേരും 2 വീട്ടിലല്ലേ താമസിക്കുന്നത്? അതെ. കുട്ടി 2 വീടുകളിലുമായിട്ട് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയല്ലേ? അയ്യോ, അങ്ങനൊന്നുമല്ല. ചിപ്പി ഇഷിതയെ കാണാൻ പോകുന്നുണ്ട്. കുട്ടിക്ക് ഇഷിതയെ വേണോ അല്ലേ? അവൾ അമ്മയായി തന്നെയല്ലേ ഇഷിതയെ കാണുന്നത്. മാത്രമല്ല, ഇഷിത സ്വന്തം മോളായിട്ട് തന്നെയാണ് ചിപ്പി മോളെയും കാണുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇഷിത മോളെ ഓർത്ത് മടങ്ങി വരുന്നില്ല? ഇഷിത ഇനി മഹേഷിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷിതയ്ക്ക് കുട്ടിയെ വളർത്താനായിട്ട് യാതൊരുവിധ അവകാശവും കോടതി നൽകില്ല. കോടതി സംബന്ധിച്ച് കുട്ടിയുടെ അച്ഛൻ്റെ 2ാം ഭാര്യ മാത്രമാണ്.
അച്ഛനും രണ്ടാനമ്മയും തമ്മിൽ വഴക്കും പോരുമായിട്ട് കഴിയുമ്പോൾ കുട്ടിയുടെ ഭാവി ജീവിതം അപകടത്തിലാവുമല്ലേ? അയ്യോ, അവർ തമ്മിൽ അങ്ങനെയൊന്നും അല്ല. ചിപ്പിക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ജീവിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന ഒരു ജഡ്ജോടാണ് എന്ന് ഒരു ബോധം വേണം. 2 വീടുകളിലായിട്ട് കുട്ടി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇത് വലിയൊരു വിഷയമാണ്. മുഖാമുഖം കണ്ടാൽ പോലും മഹേഷും ഇഷിതയും മിണ്ടാറില്ല എന്ന് ഈ ഫ്ലാറ്റിലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിപ്പിമോളുടെ കാര്യത്തിൽ അന്തിമ വിധി ഉടനെ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി അങ്ങ് പോയി. ഈശ്വരാ, പെട്ടല്ലോ, എൻ്റെ ചിപ്പിമോളെ നഷ്ടപ്പെടുവോ? എൻ്റെ മോൻ ഇതെങ്ങനെ സഹിക്കും? സ്വന്തം മോളെപ്പോലെ നോക്കിക്കോളാമെന്ന് ഉറപ്പ് പറഞ്ഞവളല്ലേ ഇപ്പം ചിപ്പി ഇട്ടിട്ട് പോയത്? എൻ്റെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ലേ മുരുകാ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി കരയുന്നു. മഞ്ജിമ സമാധാനിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ്. രചനയാണെങ്കിൽ എന്തായാലും ചിപ്പി മോളെ തനിക്ക് തന്നെ കിട്ടും എന്ന പ്രതീക്ഷയിൽ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ആകാശ് പുറത്ത് പോയിട്ട് വന്നപ്പോൾ രചന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച് തന്നെ സംഭവിക്കാൻ പോകുന്നു. എന്തായി കാര്യങ്ങൾ? കമ്മീഷൻ വന്നു പോയി എന്ന് കേട്ടു. ഞാൻ അവരുടെ ഫ്ലാറ്റിന് താഴെ തന്നെ ഉണ്ടായിരുന്നു. ജഡ്ജിന് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷൻ കോർട്ടിന് റിപ്പോർട്ട് കൈമാറിയാൽ ചിപ്പിയെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള കോർട്ട് ഓർഡർ വരും. എന്തായാലും സത്യത്തിൽ നീ ഇത്രയും മിടുക്ക് കാണിക്കുന്നു ഞാൻ കരുതിയില്ല. എങ്ങനെയാണ് ഞാൻ മിടുക്ക് കാണിക്കാതിരിക്കുക? എനിക്ക് മഹേഷിനോടും ഇഷിതയോടുമുള്ള റിവെഞ്ചിനേക്കാൾ വലുതാണ് എൻ്റെ ചിപ്പിമോളോടുള്ള സ്നേഹം. എന്നെ ഏത് കോണിൽ നിന്ന് വിമർശിച്ചാലും ഞാനൊരമ്മ തന്നെയല്ലേ. 100 പോറ്റമ്മമാർ വന്നാലും പെറ്റമ്മയോളം വരില്ല എന്ന് ആകാശിനറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആകാശ് പറഞ്ഞു, നിൻ്റെ ഫീലിങ്സ് എന്തായാലും എനിക്കിത് സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. മഹേഷിൻ്റെ അവസാന പിടിവള്ളിയും നഷ്ടമാകും. എന്തായാലും മഹേഷും ഇഷിതയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നൂൽ ചരടും പൊട്ടിപ്പോകും. ഇനി അവൻ ആർക്ക് വേണ്ടി ജീവിക്കും? എന്തിനു വേണ്ടി ജീവിക്കും? ആത്മഹത്യയിൽ കൊണ്ട് എത്തിക്കണം നമുക്കും മഹേഷിനെ. കോർട്ട് ഓർഡറിങ് വന്നോട്ടെ. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ആദി വരുന്നത്. ഇവനെന്തു പറ്റി? ഇവൻ ഉറക്കം വരുന്നോ? ഒരു ഉഷാറില്ലല്ലോ. നീ അറിഞ്ഞോ നിൻ്റെ അനിയത്തിയും കൂടി ഈ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്? അതേ മോനെ, ഇഷിത കൈയടക്കി വെച്ച എൻ്റെ മോളെ എനിക്ക് കിട്ടാൻ പോവുകയാണ്. ഇഷിതയ്ക്കിനി കണ്ണീരിൻ്റെ ദിവസങ്ങളാണ്. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ആ ഡോക്ടർ അമ്മ പറയുന്ന പോലെ ഒരു മോശം ക്യാരക്ടറൊന്നും അല്ല. അവർ നല്ല ആളാണ്. അമ്മ എന്തിനാ എപ്പോഴും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുറ്റം മാത്രം പറയുന്നവരാണ് മോശക്കാർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രചന നിന്നെ ഞാനെന്ന് പറഞ്ഞ് തല്ലാൻ തുടങ്ങുക കേട്ടോ. ആകാശ് തടഞ്ഞു. ആദി, എന്താ മോനെ ഇത്? ഇഷിത നല്ലവളാണെന്ന് പറയാൻ എന്താ കാര്യം? അവളോട് വെറുപ്പായിരുന്നില്ലേ നിനക്ക്? എനിക്കറിയില്ല. എനിക്കവരോട് ആ വെറുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കിടക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് മോനേന്ന് വിളിച്ച് തഴുകുന്നത് പോലെ എനിക്ക് തോന്നും. അപ്പം ഞാൻ ഉറങ്ങിപ്പോകും. അപ്പം ഇവനെന്തോ മാനസിക പ്രശ്നമുണ്ട്. എന്താ മോനെ നീ ഇങ്ങനെ? നീ എൻ്റെ കൂടെ നിൽക്കേണ്ടതല്ലേ? ഇഷിതയുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അത് ശത്രുതയാണ്. ബന്ധം ഇങ്ങനെയാമേ ശത്രുതയാവുന്നത്? എന്താ മോനെ നിനക്ക് പറ്റിയത്? എനിക്കറിയില്ല. ഇഷിത ഡോക്ടർ എന്തായാലും നല്ലയാളാണ്, അതെനിക്കറിയാം. എനിക്ക് അവരോട് ഇഷ്ടം തോന്നുന്നു അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങ് മാറിപ്പോവാണ്. രജനിയാകെ തകർന്ന് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എടോ, എന്തായാലും ആക്സിഡൻറ്റിന് ശേഷം അവനുണ്ടായ മാറ്റമാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ഒരു പരിവർത്തനം അവൻ പോലും അറിയാതെ സംഭവിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല, ഇനിയൊരു തകർച്ചയ്ക്ക് ഞാൻ സമ്മതിക്കില്ല. ഇവൻ്റെ ഈ പോക്ക് നമുക്ക് ആപത്താണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇവനെ മാറ്റാനായിട്ട്. എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഒന്നിനെ കിട്ടുമ്പോൾ മറ്റൊന്ന് നഷ്ടമാകും. ചിപ്പിമോള് വരുമ്പോൾ മോൻ അവളുടെ തേടി പോകും, ഇഷിതയെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. രചനയാണെ ആകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക, വിട്ടുകൊടുക്കില്ല തൻ്റെ മക്കളെ. പിന്നെ കാണിക്കുന്നത് മഹേഷ് വന്നു. മഹേഷ് വന്നപ്പോൾ ജഡ്ജി വന്ന കാര്യമൊക്കെ അറിഞ്ഞു. നമ്മുടെ കൈലാസും ഇരിപ്പുണ്ട് കേട്ടോ അവിടെ. മഞ്ജിമയും സ്വപ്നവല്ലിയും ഉണ്ട്. അപ്പോൾ മഹേഷ് പറഞ്ഞു, ആ ജഡ്ജി ഇവിടെ വന്നപ്പോൾ ഇഷിതയും ഞാനും തമ്മിൽ എന്തോ വലിയ പ്രശ്നമാണെന്ന് അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. രചനയ്ക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം കോടതി അയച്ച കമ്മീഷനാണ് വന്ന് തെളിവെടുപ്പ് നടത്തിയത്. ചിപ്പിമോളെ ആ ജഡ്ജിന് വലിയ കാര്യമാണ്. കോടതി കുഞ്ഞിനെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ വിധി പറഞ്ഞാൽ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. മാത്രമല്ല ഇഷിതയുടെ പേരിലുള്ള ആരോപണങ്ങൾ കൂടി പുറത്തറിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതി രചനയുടെ കൂടെ കുഞ്ഞിനെ വിടും എന്ന് മഞ്ജിമ പറയാണ്. ഇങ്ങനെ ഒരു അമ്മയാണോ കുഞ്ഞിനെ വളർത്തുന്നതെന്ന് കോടതി ചോദിക്കില്ലേ? മുരുക, ഇതിനുള്ള പരിഹാരം എന്താ മോനെ? ചിപ്പിമോളെ വിട്ടുകൊടുക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യുക? പരിഹാരം ഒന്നേ ഉള്ളൂ, ഇഷിതയുടെ മടങ്ങിവരവ്. അവൾ നമ്മുടെ മോളുടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ. നമുക്ക് എന്തിലും വലുത് ചിപ്പിമോളല്ലേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പം മഹേഷ് ചോദിച്ചു, അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? അളിയൻ ചെന്ന് ഇഷിതയെ കൂട്ടിക്കൊണ്ടു വാ.
സ്വപ്നവല്ലി ചോദിച്ചു, നിന്നോട് അവൾ ചെയ്തതൊക്കെ നീ മറന്നു പോയോ? നീ എന്താ ഈ പറയുന്നത്? അപ്പോൾ മഞ്ജുമി ചോദിച്ചു, കൈലാസേട്ടന് ഇഷിതയോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇഷിത മടങ്ങി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ ആളല്ലേ ഇപ്പോൾ ഇത് പറയുന്നത്? എനിക്ക് എന്തായാലും അവളോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അതിനേക്കാൾ വലുത് ചിപ്പിമോളാണ്. എനിക്കുണ്ടായ എന്ത് അപമാനവും അതിനുവേണ്ടി ഞാൻ സഹിക്കും. പറ്റില്ല, ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാക്കി വെച്ചിട്ട് ഇഷിത ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല എന്ന് സ്വപ്നവല്ലി പറയുക. എൻ്റെ പ്രാർത്ഥന മുരുകൻ കേട്ടതുകൊണ്ടാണ് അവൾ ചെയ്ത കൊള്ളരുതായ്മകൾ പുറംലോകം അറിയാതെ പോയത്, നമ്മുടെ മാനം രക്ഷിക്കാൻ പറ്റിയത്. ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത് കിടന്നാൽ മതി എന്ന് പറയുകയാണ്. എന്തായാലും മഹേഷ് ഒന്നും മിണ്ടാതിരിക്കുക. ഇഷിതയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം മഹേഷ് നീ മറന്നേരെ, അത് നടക്കുന്ന കാര്യമല്ല. നിൻ്റെ അമ്മയായി പറയുന്നത്. മഞ്ജിമയോട് ചോദിച്ചു, ഇത് തന്നെയാണോ മഞ്ജിമേ നിൻ്റെ അഭിപ്രായം? എന്തായാലും ഇഷിത വരട്ടെ, അതിനു മുമ്പ് അവൾ കുറ്റക്കാരിയല്ല എന്നവൾ തെളിയിക്കട്ടെ. ഇഷിത തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവൾ തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കണം. മഹേഷ് പറഞ്ഞു, ഇഷിത തിരിച്ചു വരണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നോ? അപ്പം സ്വപ്നവല്ലി പറഞ്ഞു, ഇനി അവൾ ഈ കുടുംബത്തിൽ കാല് കുത്തണമെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ട് തന്നെ വേണം എന്ന് സ്വപ്നവല്ലി ഓർഡർ ഇട്ടു. മഹേഷ് ഒന്നും മിണ്ടിയില്ല, എഴുന്നേറ്റ് അങ്ങോട്ട് പോയിട്ടോ. എന്തായാലും ജഡ്ജിയും ഭർത്താവും കൂടിയിട്ട് ജോഗിങ്ങിനൊക്കെ പോയതാണ്. തനിക്ക് ഈ സങ്കടകഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് മരവിക്കില്ലേ? എന്തായാലും അത് ജീവിതകഥകളല്ലേ, വെറും കഥകളല്ലല്ലോ. കണ്ണീരിൻ്റെ പാട് ഓരോ ഭിത്തിയിൽ പോലും ഉണ്ട് ഫാമിലി കോർട്ടിൽ. എന്തായാലും ആ കുട്ടികളുടെ കാര്യമായി ഏറെ കഷ്ടം. ഇന്നലെ വരെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന മക്കൾക്ക് അതിലൊരാൾ അന്യമാവുകയാണ്, മറ്റൊരാൾ കാണാമറിയത്ത്. ഞാൻ ചിപ്പി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞ് ഓർക്കുന്നില്ലേ? അവളുടെ അമ്മ പെറ്റീഷനുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അന്നും മകളെ കൊണ്ടുപോയത് അച്ഛനാണ്. അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു. കുട്ടിയുടെ അമ്മയാകട്ടെ മറ്റൊരു ബന്ധത്തിന് തയ്യാറായതുമില്ല. കുട്ടിയുടെ അവസ്ഥ അറിഞ്ഞിട്ട് വേദന തോന്നി. അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ഇടയ്ക്ക് പെട്ട് ആ കുട്ടി ആകെ സങ്കടത്തിലാണ്. എന്തായാലും നീ അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുക. മകൾ വളരേണ്ടത് അമ്മയുടെ കൂടെയാണ്. എന്തായാലും ചിപ്പിയെ അവളുടെ അമ്മയ്ക്ക് കൊടുക്കണം. അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ചിപ്പി മോളും ഇഷിതയും മഹേഷും കൂടിയിട്ട് ആ പാർക്കിലൂടെ ഓടിക്കളിച്ചുകൊണ്ട് ഇങ്ങ് വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതേ ആ കുട്ടിയുടെ കാര്യമാണ്. അതവരുടെ ആ കൂടെയുള്ളതാരാ? അതവളുടെ അച്ഛനാ, മറ്റത് അയാളുടെ സെക്കൻഡ് വൈഫും. അതെ, കൊച്ചും മഹേഷും ഇഷിതയും തമ്മിലുള്ള വർത്താനമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് തോറ്റു തന്നെ ഓട്ടപ്പിടുത്തം കളിച്ച് കഴിഞ്ഞിട്ടേ 2-3 പേരും കൂടെ ഒരു ബെഞ്ചിലേക്ക് കയറിയിരിക്കുക. അതെ, സമ്മാനം എനിക്ക് തരണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ 2 പേരും കൂടെ സമ്മാനം കൊടുക്കുകയാണ്, കൊച്ചിന് ഉമ്മ കൊടുക്കുകയാണ്. ഇവരാണോ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് കുട്ടിയെ നോക്കുന്നില്ലെന്ന് താൻ പറഞ്ഞത്? ഇത് താൻ പറഞ്ഞ കുട്ടിയല്ല, സ്നേഹമുള്ള അച്ഛനമ്മമാരും അവരുടെ മകളുമാണ്. എനിക്കെങ്ങനെ തെറ്റാനാണ്? ആ കുട്ടി ചിപ്പിയും അയാൾ അവളുടെ അച്ഛൻ മഹേഷും തന്നെയാണ്. അയാളൊരു ബിസിനസ്സുകാരനാണ്. എന്നാ മകള് സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട് അമ്മയ്ക്ക് അസൂയ തോന്നി എന്തായാലും തന്നെ സമീപിച്ചതായിരിക്കാം. ഇല്ല, ഞാൻ അവരുടെ താമസ സ്ഥലത്ത് പോയി, ഈ സ്ത്രീ അവിടെ ഇല്ലായിരുന്നു. അപ്പം താൻ അന്വേഷിച്ചില്ലേ? അവൾ ഫ്ലാറ്റിൽ പോയി എന്നാണ് പറഞ്ഞത്. കഷ്ടം തന്നെ, അവൾക്ക് അവളുടെ വീട്ടിലൊന്ന് പോകണ്ടേ? അങ്ങോട്ട് നോയിക്കേ. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ് കൊച്ചിന്. എനിക്കിഷ്ടപ്പെട്ട ഐസ്ക്രീം. താങ്ക് യു ഡാഡി എന്ന് പറഞ്ഞു. മോളുടെ ഇഷ്ടം മോൾക്കറിയില്ലേ? മോൾക്ക് വേണ്ടിയിട്ടല്ലേ ഡാഡി ജീവിക്കുന്നത്? എൻ്റെ മോളുടെ സന്തോഷമാണ് അച്ഛൻ്റെയും സന്തോഷം. നമ്മൾ കഴിക്കുക. എന്തായാലും അവർ ആ കുട്ടിയെ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഭാഗ്യം ചെയ്ത കുട്ടിയത് തന്നെ. ആ കുട്ടിയുടെ അമ്മ തെറ്റിദ്ധരിപ്പിച്ചതാ. അവർ തമ്മിലുള്ള ആ ഒരു പൊരുത്തം നോക്കിക്കേ. എന്തായാലും ജഡ്ജിക്ക് കാര്യം മനസ്സിലായി. മിസ്റ്റർ മഹേഷ് ഒന്നിങ്ങ് വരാവോ? അങ്ങനെ മഹേഷും ഇഷിതയും കൂടിയിട്ട് ഈ ജഡ്ജിക്ക് അരികിലേക്ക് ചെല്ലാണ്. അല്ല മേഡം എന്താ ഇവിടെ? കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാ. നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലാന്ന് കേട്ടു. അയ്യോ, ഞാനിതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? മേഡം ഒരു കമ്മീഷനായിട്ട് വന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. എന്ത് തീരുമാനവും മേഡത്തിന് എടുക്കാം. എൻ്റെ മോളെ കൂടി ഒന്ന് ഓർക്കണേ. അപ്പോൾ ഇഷിത പറഞ്ഞു, മേഡം ഞങ്ങൾ വിവാഹം കഴിച്ചത് തന്നെ ചിപ്പി മോളെ ഓർത്ത് മാത്രമാണ്. മേഡം എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള സാധ്യതയുണ്ട്. ചിപ്പിയെ എൻ്റെ മോളായിട്ട് ഞാൻ കണ്ടു. എനിക്ക് മഹേഷുമായിട്ടുള്ള വിവാഹത്തോടെ അവളെ കിട്ടി. ഇപ്പം ഞാനൊരു അമ്മയല്ലേ, എൻ്റെ ചിപ്പി മോളുടെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചിപ്പി മോളും അന്നേരത്തിന് ഓടി വന്നേ. മോൾക്ക് ഈ മമ്മിയാണ് മോളുടെ മമ്മിയോ ഇഷ്ടം? എനിക്കിഷ്ടം ഈ അമ്മയാ, ഇതാണ് എൻ്റെ അമ്മ എന്നും പറഞ്ഞ് ഇഷിതയെ കെട്ടിപ്പിടിക്കുകയാണ് കൊച്ച്. എനിക്ക് മമ്മിയില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ.
എന്തായാലും ജഡ്ജിക്ക് സമാധാനവും സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, പുതിയ ആൾക്കാർ കാണുന്നവർ. സിയോഗി, താങ്ക് യു.